ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ മാഡം, പ്രിയമുള്ള കടകംപള്ളി സർ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന നിലയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൗൺസിലർ, ഇന്ന് നമ്മുടെ പ്രിയമുള്ള പ്രേമകർ മാഡം, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, നമ്മുടെ സീനിയർ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കഴിയുകയായിരുന്നു. കാരണം ഇത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജസ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ ഇത്രയും സമയം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സീനിയറായിട്ടുള്ള നമ്മുടെ അധ്യാപകർ, ഇവിടുന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരും ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും, നമ്മുടെ മറ്റ് ഫാക്കൽറ്റികൾ കൂടാതെ എൻ്റെ അറിവിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേയധികം മറ്റ് ജീവനക്കാരും നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി തന്നെ രമേശ് രാജൻ സാറിന് എൻ്റെ വലിയ നന്ദി. കാരണം ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ ഒരു ഫെസിലിറ്റേഷൻ പറയുക എന്നുള്ളത് ഒരു ഭംഗി വാക്കായിട്ട് മാത്രമല്ല നിൽക്കുന്നത്, വളരെ അഭിമാനവും നന്ദിയുമുണ്ട് രമേശ് സാറിനോട്. കാരണം നമ്മൾ ഓരോരുത്തരും, നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കെപ്പോഴും നമ്മൾ കർമ്മനിരതരായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് മുന്നേ പോയാൽ നമുക്ക് മാർഗനിർദ്ദേശം തന്ന് നമ്മളെ കൈ പിടിച്ച്, പ്രത്യേകിച്ചും സർജിക്കൽ ഗ്യാസ്ട്രോ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ്ട്രോ ഏത് ഫീൽഡായാലും കൈ പിടിച്ച് നമ്മളെ നയിച്ചു പോയ എല്ലാ ഗുരുക്കന്മാരെയും ഓർമ്മിക്കുന്നതിനും എടുത്ത ഒരു മുന്നോടിയായിട്ട് എനിക്ക് തോന്നിയത് ആദ്യമായിട്ടാണോ സാറ്? എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ. കാരണം അത് ഇനിയും തുടരണമെന്ന് തന്നെയാണ് നമ്മുടെ സർജിക്കൽ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ് രമേശ് രാജൻ സാറിനും അതിൽ എൻ്റെ വളരെയധികം അഭിനന്ദനവും ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് അക്കാഡമിക് റിയൂണിയനും അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളുടെ കൂട്ടായ്മകളും ചേരുവകളും ചേർത്ത് പിടിക്കലുകളും വളരെയധികം സന്തോഷവും ഊർജവും, മുന്നോട്ടുള്ള പോക്കിന് ഊർജവും നൽകുന്ന സംരംഭങ്ങളാണ് ഇത്. നാളത്തെ അക്കാഡമിക് ആക്ടിവിറ്റീസും ഇന്നത്തെ ഈ പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത